കോളേജിലെ പ്രിൻസിപ്പളാന്ന് തോന്നുന്നുണ്ട്. ആരാ സാറേ? മന്മഥൻ എന്ന് പറഞ്ഞ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? മന്മഥല്ല സാറേ, നമ്മുടെ മറ്റേ മന്മഥനില്ലേ, എളുപ്പം പൈസ ഉണ്ടാക്കാൻ നടക്കണോ. അയാളുടെ ആരാ? ഭാര്യയാണ്. എനിക്കൊന്ന് കാണണം. കാണണോ? കൊണ്ടുപോടാ, അയാളെ കണ്ടോട്ടെ. ഇരിക്കി. വേണ്ട സാർ, ഞാൻ നിന്നോ. ഇരിക്കണോ? ഇരിക്കി. വേറെന്താ പറഞ്ഞേ? മണ്ടോതിരി. മണ്ടോതിരി എന്തെങ്കിലും ജോലിക്ക് പോകണ്ടോ? ടെക്സ്റ്റൈൽസിൽ പോണ്ട്. അപ്പൊ കുടുംബം കഴിയാനുള്ളതൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ? ഭർത്താവിന് എന്താ ജോലി? പെയിന്റ് പണിയാണ്. ഇടയ്ക്ക് പോകും. ഇടയ്ക്കേ പോകുള്ളൂ? പണിക്കൊന്നും പോവാനും വയ്യ, പെട്ടെന്ന് കാശുകാരനാവണം, അതാണ് മൂപ്പരുടെ ആഗ്രഹം അല്ലേ? അല്ല, പെട്ടെന്ന് പൈസ ഉണ്ടാവാൻ വേണ്ടി ലോട്ടറി എടുക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇനി ലോട്ടറി എടുക്കൂലെന്ന് എന്റെ തലയെ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ലോട്ടറി എടുക്കാറില്ല? ഇല്ല. പിന്നെ പെട്ടെന്ന് കാശുകാരനാവാൻ അയാൾ ഇപ്പൊ ചെയ്യണ ജോലി ചെയ്യണോണ്ട് അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പോത്തുപോലെ അല്ല ഊളയൊക്കെ നിന്ന് കരയണണ്ട. തുണി താഴ്ത്തിട, അല്ലെങ്കിൽ സാറിനെ തുണി പൊക്കി കാണിച്ചെന്നുള്ള കേസും കൂടി നിന്റെ പേരിൽ എഴുതും. പറഞ്ഞേക്കാം. കരയുടെ കാര്യം പറയടാ. സാധനം എവിടെ വെച്ചത്? അറിയില്ല സാറേ. സാറ് എന്ത് സാധനമാണ്? വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ? എന്താ വെള്ളിമൂങ്ങന്ന് കേട്ടിട്ടില്ലേ? സിനിമയല്ലേ? സിനിമയല്ല, ശരിക്കും വെള്ളിമൂങ്ങ. അതെന്താണ്? എന്റെ പെങ്ങളെ അവൻ വെള്ളിമൂങ്ങനെ വിൽക്കാണ്ടെന്നും പറഞ്ഞ് OLX പരസ്യം ഇട്ടേക്കണം. പണ്ടു സുലോചന കൊച്ചമ്മയുടെ മോൻ ബാബുരാജില്ലേ, ബാബുരാജ് എൻ്റെ അടുത്ത് പറഞ്ഞ് എൻ്റെ ഒരു വെള്ളിമൂക്കുണ്ട്, അതിന് വിറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു. അത് വാങ്ങുന്ന ആളിന് നല്ല ഐശ്വര്യവും പൈസയൊക്കെ വരും എന്ന് പറഞ്ഞു. ചേടാ, ഈ വെള്ളിമൂക്ക് കയ്യിലുള്ളവനെ സമ്പത്തും ധനമൊക്കെ വരുന്നുണ്ടെങ്കിൽ പിന്നെ അവൻ എന്തിനാണോ അതിന് വിൽക്കുന്നത്? അവന് കയ്യിൽ വെച്ചാ പോരെ? അവന് കാശിന് എന്തോ ചെറിയ ടൈറ്റ് ഉണ്ട്, അതുകൊണ്ടാ വിറ്റ് കൊടുക്കാൻ പറഞ്ഞു. വിറ്റ് കിട്ടുന്നത് 2 ലക്ഷം രൂപ എനിക്ക് കമ്മീഷൻ തരാന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തു. എന്റെ പൊന്നു പെങ്ങളെ, വെള്ളിമൂങ്ങ, ഇരുതലമൂരി, നക്ഷത്രാമ ഇവയൊക്കെ വംശനാശം നേരിടുന്ന ജീവികളാണ്. അതിനെ കൈവശം വെക്കെ വിൽക്കാൻ ശ്രമിക്കുക ചെയ്താണ്ടല്ല, ഇവനൊന്നും വെട്ടം കാണൂല ആയുസില്. പറഞ്ഞു കൊടുക്കണ സാറിനോട് എവിടെ ഇരിക്കണത്? സത്യമായിട്ടും അങ്ങനെയൊന്നുള്ള ആളല്ല എന്റെ പൊന്ന് സാറേ. നല്ല ഒന്നാന്തരം പെയിന്റ് പണിക്കാരനാണ് ഈ നിൽക്കണത്. 2 വർഷം മുമ്പ് എങ്ങാണ്ട് 5000 രൂപ ലോട്ടറി അടിച്ചെന്നും പറഞ്ഞ് പിന്നെ ഒരു പണിക്കും പോയിട്ടില്ല. ലോട്ടറി എടുപ്പ് തന്നെയായിരുന്നു ജോലി. ഭാഗ്യദേവത വരുമെന്നും പറഞ്ഞ് അങ്ങനെ ഇന്നാളെ എന്റെ തലയെ തൊട്ട് സത്യം ചെയ്ത് ഇനി ലോട്ടറി എടുപ്പില്ല, ഞാൻ നന്നായിന്ന്. അപ്പൊ ഞാനോർത്ത് ശരിയായിട്ടുണ്ടാവുന്നു. ഇമാതിരി പരിപാടി കാണിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ സാറേ? അതിന് വെള്ളിമൂങ്ങയെന്നൊന്നും അറിയാൻ പാടില്ല. കാക്ക ഏതാണ് കോഴി ഏതാണെന്ന് പോലും മര്യാദക്ക് അറിയാൻ പാടാത്ത മനുഷ്യനാണ്. എന്നിട്ട് അവൻ വെള്ളിമൂങ്ങനെ വിൽക്കാൻ OLX ഇട്ടേക്കണം. OLX? നിങ്ങൾ ആരാണ് OLX കയറ്റിയത്? ബാബുരാജ് എന്നോട് പറഞ്ഞതുപോലെയൊക്കെ ഞാൻ ചെയ്ത്. അവന്റെ ബാബുരാജ്, അവനെ ഞങ്ങൾ പൊക്കുന്നുണ്ട്. ഇവനെ പോലെ ഒരുപാട് പേരുണ്ട്, ജോലിക്കും വേലയ്ക്കും പോകാണ്ട് പെട്ടെന്ന് കാശുകാരനാവാൻ വേണ്ടി കയ്യിലുള്ള കാശ് മുഴുവൻ ലോട്ടറി ഷീറ്റ് എടുത്ത് കളയാം, അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും ഉടായ്പ ചെന്ന് ചാടുക. എടാ, അധ്വാനിച്ച് സമ്പാദിക്കണം, ആ സമ്പാദ്യത്തിന് മഹത്തുള്ളൂ. എന്റെ പൊന്നു സഹോദര, നീ ഇപ്പൊ തേടി നടക്കുന്ന ഈ ഭാഗ്യമുണ്ടല്ലോ, അതൊരിക്കലും നീ തേടി നടക്കേണ്ട ആവശ്യമില്ല. നിനക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ആ ഭാഗ്യം നിന്നെ തേടി വരും.